നാളെ തിരുസഭ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സെബസ്ത്യാനോസിനെ പരിചയമില്ല. അംബ്രോസിനെ പറ്റി പറഞ്ഞപ്പോഴും ലീമയിലെ റോസിനെ പറ്റി പറഞ്ഞപ്പോഴും ജെർത്രൂദിനെ പറ്റി പറഞ്ഞപ്പോഴും ഒക്കെ ചിലർക്കെങ്കിലും ഒരു അപരിചിതത്വം ഉണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു ആവശ്യം കേരള സഭയ്ക്ക്, കേരള സഭാ സമൂഹത്തിന് ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും തന്നെ മരത്തിൽ തൂങ്ങപ്പെട്ട് അമ്പെയ്ത് നിൽക്കുന്ന സെബസ്ത്യാനോസിന്റെ രൂപം കണ്ടിട്ടില്ലാത്ത ആരും ഈ സമൂഹത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയ്ക്കും ആഴത്തിൽ വേരൂന്നിയ വിശ്വാസമാണ് വിശുദ്ധ സെബസ്ത്യാനോസിനോട് നമുക്ക് കത്തോലിക്കർക്ക്, കേരളത്തിലെ ക്രൈസ്തവർക്ക് ഉള്ളത്. 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച് അതിനുശേഷം 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും ഈ വിശുദ്ധനെ നമ്മൾ ഓർക്കുമ്പോൾ, വിശുദ്ധനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം വിശുദ്ധിക്കുള്ള വിലയാണ്. അന്ന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ പണമുള്ളവരും പഠനമുള്ളവരും മറ്റു കാര്യപ്രാപ്തിയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് ഇവിടെ കൂടിയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധനോട് വിശുദ്ധി മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണത്. വിശുദ്ധി മാത്രം, ബാക്കിയെല്ലാം കടന്നു പോകും. ദൈവത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹം, വിശുദ്ധി, അത് മാത്രമാണ് നിലനിൽക്കുന്നത്. AD 283 തന്റെ യൗവന കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരനായ സെബാസ്റ്റ്യൻ റോമിലെ പട്ടാളത്തിൽ ചേർന്നത്. തൻ്റെ വിശ്വാസത്തിനും തൻ്റെ ജീവിതക്രമങ്ങൾക്കും ഒട്ടും യോജിച്ച ഒരു ജോലിയല്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹം ചേർന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം അന്നത്തെ കാലത്ത് ഒത്തിരിയേറെ ചക്രവർത്തിമാർ മാറി മാറി വരികയും ആൾക്കാരെ, ക്രിസ്ത്യാനികളെ ശക്തമായ മർദ്ദനത്തിന്, നിഷ്ഠൂരമായ മർദ്ദനത്തിന് അടിമപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ആൾക്കാരെ കാണാമല്ലോ, അവരെ സഹായിക്കാമല്ലോ, അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്താമല്ലോ എന്നൊരു ചിന്തയിലാണ് അദ്ദേഹം ആർമിയിൽ, പട്ടാളത്തിൽ ചേർന്നത്. പട്ടാളത്തിൽ ചേർന്നു, സാധാരണ പട്ടാളക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ തീക്ഷ്ണത കൊണ്ട് അദ്ദേഹം ആ പട്ടാളത്തിന്റെ സൈന്യാധിപനായിട്ട് ഉയരുകയാണ്. അതായത് ഒരു ബേസിക് ഭക്തന് എവിടെ ചെന്നാലും അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടാവും, ഭക്തനായിട്ടുള്ള ആൾക്കാർക്ക്. കാരണം എല്ലാ ഭക്തന്മാരുടെ ഉള്ളിലും ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് വിശുദ്ധനിലും ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന ഒരു അധിപനായിട്ട് ഉയർന്നു. ആളുകളെ സഹായിക്കുവാനായിട്ട് അദ്ദേഹം തന്റെ കഴിവും തന്റെ സമ്പത്തും തനിക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അവരെ സഹായിച്ചു. അതിനുശേഷം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ചക്രവർത്തിമാർ ആളുകളെ പീഡിപ്പിച്ചു. ക്രിസ്ത്യാനികളെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, അതിനിഷ്ഠൂരമായ രീതിയിലാണ്, അതിക്രൂരമായ രീതിയിലാണ് ക്രിസ്ത്യാനികളെ അന്നത്തെ ചക്രവർത്തിമാർ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കല് ആ റോമ പട്ടണത്തിലെ വളരെ പ്രശസ്തരായ 2 വ്യക്തികൾ, സഹോദരന്മാരാണ്, ഉന്നത കുലജാതരാണ്, ഉന്നത സ്ഥാനീയരാണ്. അങ്ങനെ 2 പേര്, മാർക്കൂസും മാർസിലിനും, ഇവർ 2 പേരെയും ക്രിസ്ത്യാനികളാണെന്ന കാരണത്താൽ അന്നത്തെ റോമൻ ഗവർണർ വിളിച്ചു വരുത്തി തങ്ങളുടെ മതം ഉപേക്ഷിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നു. ഒരു കാരണവശാലും തങ്ങൾ മതം ഉപേക്ഷിക്കില്ലെന്ന് അവർ കട്ടായം പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പല ഉപായങ്ങൾ അദ്ദേഹം നോക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു, സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്യുന്നു, പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ തന്റെ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ടില്ല എന്ന് അവർ 2 പേരും ഉച്ചസ്ഥിരം ഉദ്ഘോഷിക്കുന്നു. നിവൃത്തിയില്ലാഞ്ഞിട്ട് അവർ 2 പേരും ക്രൂരമായ പീഡനങ്ങൾക്കായിട്ട് ഗവർണർ വിധിക്കുന്നു. പീഡനങ്ങൾ ആരംഭിക്കുന്നു. അങ്ങനെ അവസാനം അവരെ വധശിക്ഷയ്ക്കായിട്ട് വിധിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ വന്ന് ഗവർണറെ കണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 1 മാസത്തെ സമയം കൂടെ തരും, ഞങ്ങൾ അവരുടെ മനസ്സ് മാറ്റാം. അങ്ങനെ അവരെ 2 പേരെയും, സഹോദരങ്ങളെ, ഒരു വീട്ടുതടങ്കലിലേക്ക്, ഒരു ജയിലിലേക്ക് മാറ്റുകയാണ്. ജയിലിൽ മാറ്റി ഈ അദ്ദേഹത്തിന്റെ ആദ്യം പ്രായമായ അപ്പൻ വന്നു, അമ്മ വന്നു, സഹോദരങ്ങൾ വന്നു, ഭാര്യമാർ വന്നു, മക്കൾ വന്നു. എല്ലാവരും വന്ന് തങ്ങളുടെ നീണ്ടു നടക്കുന്ന കുടുംബം പുലർത്തുന്നതിനെ പറ്റിയൊക്കെ ഇവരോട് സംസാരിക്കുകയാണ്. പക്ഷെ ഇവരതിനൊന്നും വഴങ്ങിയില്ല. പക്ഷെ അവസാനം കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തന്നെ വിശ്വാസത്തിൽ ചെറിയൊരു ചഞ്ചലത തോന്നി. അപ്പോഴത്തേക്ക് സെബാസ്റ്റ്യന് തോന്നി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിശ്വാസം ഉപേക്ഷിച്ചേക്കും. ആ കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻ മുന്നോട്ട് വരികയാണ്. അത്ര നാൾ അദ്ദേഹം ആർമിയിലായിരുന്നെങ്കിൽ പോലും താനൊരു ക്രിസ്തീയ വിശ്വാസിയാണെന്നുള്ള കാര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല. പറയാത്തതിന് കാരണം ഇതാണ്, തൻ്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഈ ക്രിസ്ത്യാനികളായ ആൾക്കാരെ ജയിലിൽ ഭൗതികമായിട്ടും ആത്മീയമായും സഹായിക്കാമല്ലോ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ ഈ സഹോദരന്മാരെ അദ്ദേഹം ജയിലിൽ വന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരോട് കർത്താവിന്റെ സ്നേഹത്തെപ്പറ്റി ശക്തമായിട്ട് പറയുകയും ചെയ്യും. ഇതെല്ലാം അദ്ദേഹം പറയുമ്പോൾ ഒരു സമൂഹം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഈ സംസാരമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക്
അവർ കാണുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച, ഇദ്ദേഹത്തിന് ചുറ്റും ഒരു അത്ഭുത പ്രഭാവലയം ആവരണം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവും 7 ദൂതന്മാരും അവിടെ അപ്രത്യക്ഷരാകുന്നു. അതിനുശേഷം കർത്താവ് വന്നിട്ട് സെന്റ് സെബാസ്റ്റ്യനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടായിരിക്കണം. ഒരു വിശുദ്ധന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്, നീ എപ്പോഴും എന്നോടുകൂടെ ആയിരിക്കണം, എന്നോടുകൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അവരെല്ലാവരും അത്ഭുതപരതന്ത്രരായി. എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴവിടെ ഒരു അത്ഭുതം നടന്നു. ഈ ജയില് ആർക്കാണോ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യ സോയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഒരു സ്ത്രീ, പെൺകുട്ടിയല്ല സ്ത്രീ, അവരവിടെ ഉണ്ടായിരുന്നു. അവര് മൂകിയ, സംസാരിക്കാൻ സാധിക്കാത്തൊരു സ്ത്രീയാണ്. അവരിതെല്ലാം കാണുന്നുണ്ട്, ഈ പ്രസംഗങ്ങളും അതുപോലെ തന്നെ കർത്താവിന്റെ ആഗമനവും ദൂതന്മാരുടെ അവിടെ ഉണ്ടാകുന്ന സാന്നിധ്യവും എല്ലാം അവർ കണ്ടിട്ട് അവർ തൻ്റെ വിശ്വാസം അവർ പറയുവാനായിട്ട് ശ്രമിക്കുകയാണ് ആംഗ്യത്തിലൂടെ. അവർ പറഞ്ഞു, എനിക്കും ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുണ്ടിൽ വിശുദ്ധൻ കുരിശു വരയ്ക്കുമ്പോൾ അധരങ്ങൾ തുറക്കുകയും അവർ സംസാരിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. ഇത് ഭയങ്കരമായ അത്ഭുതത്തിനും ഒരു അടയാളത്തിനും കാരണമായി. അവിടെ ഉണ്ടായിരുന്ന ഒത്തിരിയേറെ ആൾക്കാർ കർത്താവിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്ന ആ ജയിലിന്റെ ഉടമ, ജയിലിന്റെ അധികാരി കർത്താവിൽ വിശ്വസിച്ചു. ജയിലിൽ അന്ന് കിടന്ന കുറെ ആൾക്കാരുമായിട്ട് സെന്റ് സെബാസ്റ്റ്യൻ സംസാരിക്കുകയും സെബസ്ത്യാനോസ് പുണ്യവാളൻ സംസാരിക്കുകയും അവരെ എല്ലാവരെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇതെല്ലാം സാക്ഷിയായി ഒരു അവിടുത്തെ കോടതിയിലെ രജിസ്ട്രാർ ക്ലാവുസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മന രോഗിയായ 2 മക്കളുണ്ടായിരുന്നു. അവർ 2 പേരെയും വിശുദ്ധൻ സൗഖ്യപ്പെടുത്തി. അതിനെല്ലാം ശേഷം ആ ജയിലിലുള്ള ആൾക്കാരെ എല്ലാവരെയും പുണ്യവാളൻ സംസാരിക്കുകയും അവരെല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. എല്ലാവരും മാമോദീസ സ്വീകരിക്കാനായിട്ട് അവരുടെ വിശ്വാസം മാമോദീസ സ്വീകരിച്ച് വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ തയ്യാറായപ്പോഴും അതിനുവേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചു. പോളിക്കാർപ്പ് എന്ന പേരോടൊരു വൈദികനെ അദ്ദേഹം വരുത്തി. മാമോദീസ സ്വീകരിച്ചതിൻ്റെ അന്ന് നിരവധിയായ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിച്ചു. ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. നമ്മളോട് ഓരോ കുർബാനയിലും ഓരോ ഭക്തപ്രകടനത്തിലും അഭ്യാസത്തിലും ഒക്കെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ സംഭവിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണിൽ കൊണ്ടത് കാണുമ്പോഴാണ് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട് രോഗസൗഖ്യങ്ങളുണ്ടായി. അതിനുശേഷം അന്നത്തെ ഗവർണർ ഈ മാർക്കൂസിന്റെയും മാർസിലിന്റെയും പിതാവിനെ വിളിക്കുകയാണ്. 1 മാസത്തെ സമയം കൊടുത്തിരുന്നല്ലോ ഇവരെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട്. അതിനുശേഷം അവർ മാനസാന്തരപ്പെട്ടോ, അവർ മാറിയോ, അവരുടെ വിജാതി ദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് അവർ തയ്യാറാണോ എന്നുള്ള കാര്യം അന്വേഷിക്കാനായിട്ട് ഇവരെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഈ 11 വർഷമായിട്ടുണ്ടായിരുന്ന മുടന്ത്, അതായത് ഈ 2 പേരുടെയും പിതാവിന് ഉണ്ടായിരുന്നൊരു മുടന്ത് ഈ വിശുദ്ധൻ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മുടന്ത് മാറി. അപ്പോഴാണ് ഈ പിതാവ് ഈ ഗവർണറെ കാണാൻ വരുന്നത്. ഗവർണറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾ ശരിയായ രീതിയിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മാറ്റം അല്ലെങ്കിൽ ആ മുടന്തു മാറിയത് ഗവർണർ കാണുകയും ഗവർണർ പറയുകയാണ്, ഗവർണറോട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വഴിയിലേക്ക് വരികയാണെങ്കിൽ താങ്കളിലേക്കും ദൈവം അത്ഭുതകരമായ ദാനങ്ങൾ ചൊരിയും, അല്ലെങ്കിൽ താങ്കളുടെയും അസ്വസ്ഥതകൾ മാറുമെന്ന് പറയുന്നു. അങ്ങനെ ഗവർണർ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയെ പറ്റി ധാരാളമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ സെന്റ് സെബാസ്റ്റ്യനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹത്തെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാമോദീസ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ക്രമേഷ്യസ് എന്ന പേരുള്ള ഈ ഗവർണറും ക്രിസ്ത്യാനി ആയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ജോലിയും അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതവും ഒരുമിച്ച് പോകത്തില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? വിശ്വാസം കളയാനായിട്ട് അദ്ദേഹത്തിന് തയ്യാറല്ല. അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് ദൂരെ ഒരു നഗരത്തിൽ ഒരു ഗ്രാമത്തിലേക്ക് പോയി താമസിക്കുകയാണ്. അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് കുറേ ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അവര് പിന്നെ അദ്ദേഹത്തിന് ശേഷം വന്ന ഫബിയോനോസ് എന്ന പേരുള്ള ഗവർണർ, അതിക്രൂരനായ ഗവർണർ, ഈ മാർസിലിനെയും മാർക്കൂസിനെയും അതുപോലെ തന്നെ കുറേ ആൾക്കാരെ എല്ലാവരെയും വധിച്ചു. അപ്പോൾ സെന്റ് സെബാസ്റ്റ്യന് മനസ്സിലായി തൻ്റെയും സമയമായി, തൻ്റെ വിശ്വാസം ഉച്ചത്തിൽ ഏറ്റുപറയേണ്ട സമയമായി എന്ന് വിചാരിച്ച് അദ്ദേഹം മുന്നോട്ട് വരികയും തൻ്റെ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് അറിഞ്ഞ് അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ശാസിച്ച് മതം മാറുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു കാരണവശാലും എൻ്റെ ക്രിസ്തീയ വിശ്വാസം ഞാൻ മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇത് കേട്ട് ഈ വിശുദ്ധനെ അമ്പെയ്ത് കൊല്ലുവാനായിട്ട് ചക്രവർത്തി വിധി പുറപ്പെടുവിക്കുകയും പട്ടാളക്കാർ അദ്ദേഹത്തെ ഒരു വയലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിട്ട് നഗ്നനാക്കി കെട്ടിയിട്ട് അമ്പെയ്ത് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ആരംഭിച്ചു, കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ ഈ അമ്പ് ധാരാളമായിട്ട് ശരീരത്തിൽ കൊണ്ടെങ്കിലും രക്തം വാർന്നു പോയാലും അദ്ദേഹം മരിച്ചില്ല. എല്ലാവരും അദ്ദേഹം മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അന്ന് രാത്രി
ഐറിൻ എന്നു പേരുള്ള ഒരു വിധവ, അവരുടെ ഭർത്താവ് ഇങ്ങനെ വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മനുഷ്യനാണ്. അവർ വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ മനസ്സിലായി അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന്. വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് ജീവൻ വീണ്ടും തിരിച്ചു കിട്ടി. ജീവൻ തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്തായാലും മരിച്ചില്ലല്ലോ, ഇനി മറ്റെവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാനായിട്ട്. പക്ഷേ ഒരു കാരണവശാലും കർത്താവിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്ന ഈ മനുഷ്യൻ അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയും ചക്രവർത്തിയെ നേരിൽ കാണുകയും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മതമർദ്ദനം നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ട് കോപാക്രാന്തനായ ചക്രവർത്തി തൻ്റെ പട്ടാളക്കാരോട് അദ്ദേഹത്തെ അടിച്ചു കൊല്ലുവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ അദ്ദേഹം മരത്തിൽ കെട്ടപ്പെട്ട് അമ്പെയ്തല്ല അദ്ദേഹം മരിച്ച് പട്ടാളക്കാർ അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാംസവും രക്തവും എല്ലാം ചെയ്ത് അദ്ദേഹത്തെ അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഒരു ക്രിസ്ത്യാനി ഇദ്ദേഹത്തിൻ്റെ ശരീരം കാണരുത് എന്ന് പ്രകാരം ചക്രവർത്തി ഇദ്ദേഹത്തിൻ്റെ ശരീരം ഏതെങ്കിലും അഴുക്ക് ചാലിൽ കളയുവാനായിട്ട് പറയുകയും ഈ കൊല്ലപ്പെട്ട വിശുദ്ധൻ്റെ ശരീരം ഒരു ദുർഗന്ധം വമിക്കുന്ന അഴുക്ക് ചാലിലേക്ക് അവരെടുത്ത് കളയുകയും ചെയ്തു. പക്ഷേ ലൂസീന എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക്, ഒരു ഭക്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ ശരീരം ഇന്നടത്തുണ്ടെന്നും അത് അവിടെ നിന്നെടുത്ത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും അടക്കിയിരിക്കുന്ന ഭൂഗർഭ അറയ്ക്ക് അടുത്തായിട്ട് അടക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിശുദ്ധൻ കേരള സമൂഹത്തിൻ്റെ വിശ്വാസികളുടെ രക്തത്തിൽ പതിഞ്ഞ ഒരു വിശുദ്ധനാണ്. സെൻറ്റ് ജോർജിനെ പോലെയും അന്തോണീസ് പുണ്യാളനെ പോലെയൊക്കെ നമ്മൾക്കെല്ലാവർക്കും ഒത്തിരി പരിചിതനായ വിശുദ്ധനാണ്. പണ്ടത്തെ കാലത്ത് പഞ്ഞം, പട, വസന്ത എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പഞ്ഞം, ക്ലേശങ്ങൾ, ദാരിദ്ര്യം, രോഗം ഇവയ്ക്കൊക്കെ വേണ്ടി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിശുദ്ധൻ ഇടപെട്ടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വിശ്വാസരാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള, നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ വന്ന് വചനം കേൾക്കുമ്പോഴേക്കും നമുക്കുണ്ട് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്, വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് കഴിഞ്ഞ വിശ്വാസത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാനായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വിശുദ്ധത്തിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് നാളെ അദ്ദേഹത്തിൻ്റെ തിരുനാളും കൂടിയാണ്, ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് ഞാൻ നേരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ വിശുദ്ധൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.